പ്രശസ്തമായ തൃക്കാക്കര ഓടസദ്യ നാളെയാണ്. 15,000 മുതൽ 25,000 വരെ ആളുകളെത്തും എന്നാണ് ക്ഷേത്രാധികൃതരുടെ കണക്കുകൂട്ടൽ. കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ അടയാളം കൂടിയാണ് തൃക്കാക്കര ക്ഷേത്രത്തിലെ ഓണസദ്യ. രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ സദ്യക്കെത്തും. ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഓണം എന്നാൽ അത് തൃക്കാക്കരയാണ്, തൃക്കാക്കര ക്ഷേത്രമാണ്. അതിലൊരു തർക്കവുമില്ല. ഈ കേരളത്തിന്റെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു സ്ഥലം അത് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രമാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം എന്ന് പറയുന്നത് അത് ഓണസദ്യയാണ്. ഒരുപക്ഷെ മറ്റൊരു ക്ഷേത്രത്തിലും ഓണത്തിന്റെ അന്ന് സദ്യ നൽകുന്നുണ്ടോ എന്ന കാര്യത്തിലൊരു സംശയമാണ്. ഇത് ഒരു ജനകീയ സദ്യ. ജാതി മത ഭേദമന്യേ എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും ഇവിടെ ഓണസദ്യ കഴിക്കാൻ എത്തും. അത് കഴിഞ്ഞ ചിങ്ങം 1 മുതൽ കൊടിയേറ്റ് നടക്കുന്ന ദിവസം മുതൽ ഉത്സവം തീരുന്ന ദിവസം വരെ ഉണ്ട്. അതിൽ ഓണസദ്യ, ഓണത്തെ ദിവസം നടക്കുന്ന കൊടിയേറ്റ് ഭക്ഷണമാണ്, അല്ലെങ്കിൽ അന്ന് നടക്കുന്ന അന്നദാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിപ്പോൾ ഇന്നത്തെ ഉത്രാട ദിനത്തിലെ വിഭവങ്ങളൊക്കെയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. എല്ലാം ഒരുക്കി കഴിഞ്ഞു. നാളെ ഏകദേശം 15,000-ഓളം ആളുകൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ സജ്ജീകരണങ്ങളൊക്കെ പൂർത്തിയായോ? എങ്ങനെയാണ് ഇത്? പൂർത്തിയായി. അല്ല, ഇന്നത്തേക്കുള്ളതെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇനി നാളത്തേക്കുള്ളത് വെജിറ്റബിൾസൊക്കെ റെഡിയാണ്. നാളത്തേക്കുള്ള ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടങ്ങും. നാളെ എത്ര പേർക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? 20,000 മുതൽ 25,000 പേർക്ക് വരെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓരോ വർഷം കൂടുമ്പോൾ ആളുകളുടെ എണ്ണം കൂടുന്നുണ്ട്, കൂടി വരികയാണ്. അത് ആദ്യം അത്തം മുതൽ തിരുവോണം വരെ ഓരോ ദിവസവും ഓരോ വർഷം ചെല്ലുമ്പോൾ കൂടി വരികയാണ്. തിരുവോണ ദിവസമാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ അതിന് മുന്നുള്ള ദിവസമാണ് ഏറ്റവും കൂടുതൽ. ആരംഭിക്കുമ്പോൾ ഒരു 3,000-4,000 പേർക്ക് ആരംഭിച്ചാൽ പിന്നെ അത് 7,000, 10,000 അങ്ങനെ കൂടി 25,000 വരെ വരുന്നു. സാധാരണ തിരുവോണ ദിവസം നമ്മളെല്ലാവരും വീടുകളിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണല്ലോ. പക്ഷെ ഇവിടെയുള്ള എല്ലാവരും ഇവിടെയാണല്ലേ? അതെ, തൃക്കാക്കരയെ അപേക്ഷിച്ച് എല്ലാവരും വീട്ടിലൊന്നും വയ്ക്കില്ല. ഭഗവാന്റെ കൂടെ ഭഗവാന്റെ പ്രസാദത്തിൽ പങ്കുചേരുന്നു എന്നുള്ളതാണ്. അത് വലിയ പുണ്യമായിട്ട് കരുതുന്നവരാണ്. തൃക്കാക്കര മാത്രമല്ല, കേരളത്തിന്റെ നാനാഭാഗത്തു നിന്ന് വാമനമൂർത്തിയുടെ പ്രസാദം കഴിക്കാൻ ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ തൃക്കാക്കരയപ്പന്റെ ഓണസദ്യ ഉണ്ണാൻ ആളുകൾ എത്തും. അതിന്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. നാളെയാണ് പ്രശസ്തമായ തൃക്കാക്കര ഓണസദ്യ നടക്കുന്നത്. തൃക്കാക്കര ക്ഷേത്രത്തിൽ നിന്നും സ്വാതി കൃഷ്ണയ്ക്കൊപ്പം വിഷ്ണു സുരേഷ്, 24.